നമസ്കാരം. ഇസ്രായേലിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഹമാസ് ഇതിനോടകം തന്നെ നിരവധി ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരെ ബന്ദികളാക്കുക, കൊലപ്പെടുത്തുക, മനുഷ്യകവചമായി ഉപയോഗിക്കുക എന്നിങ്ങനെ ഹമാസിന്റെ ചെയ്തികൾ ലോകമെമ്പാടും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഹമാസ് പുറത്തുവിട്ട ഒരു പുതിയ വീഡിയോ ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇസ്രായേലി ബന്ദിയായ എവിയദാദർ ഡേവിഡ് എന്ന യുവാവാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. മെലിഞ്ഞ് എല്ലും തോലുമായ രൂപത്തിൽ ഒരു തുരങ്കത്തിനുള്ളിൽ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന എവിയാദറിന്റെ ദൃശ്യങ്ങൾ മനുഷ്യത്വമുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയാത്തത് തന്നെയാണ്. വീഡിയോയിൽ താൻ എന്റെ ശവക്കുഴി തോണ്ടുകയാണ്, ഓരോ ദിവസവും എന്റെ ശരീരം ദുർബലമായി കൊണ്ടിരിക്കുന്നു, ഞാൻ എന്റെ ശവക്കുഴിയിലേക്ക് നടക്കുകയാണെന്ന് അയാൾ ഹീബ്രു ഭാഷയിൽ പറയുന്നുണ്ട്. ഗാസയിലെ തുരങ്കങ്ങളിൽ ഹമാസ് ബന്ദികളെ മനഃപൂർവ്വം പട്ടിണിക്കിടുന്നു എന്ന ആരോപണങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ശക്തി നൽകുന്നു. ഇത് ഹമാസിന്റെ മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണെന്നും ബന്ദികളുടെ കുടുംബങ്ങളെ മാനസികമായി തകർക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിൽ സമ്മർദ്ദം ചെലുത്താനുമാണ് ഈ വീഡിയോ പുറത്തുവിട്ടതെന്ന് വിലയിരുത്തലുണ്ട്. ഹമാസിന്റെ പ്രചാരണത്തിന് വേണ്ടി തങ്ങളുടെ മകനെ പട്ടിണിയിലാക്കി വീഡിയോ എടുത്ത് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ പ്രവൃത്തിയാണെന്ന് ഡേവിഡിന്റെ മാതാപിതാക്കൾ പറയുന്നു. വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡേവിഡിന്റെ കുടുംബവുമായി സംസാരിച്ചു. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ നിരന്തരമായി തുടരുകയാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. മറ്റൊരു ബന്ദിയുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ ജർമ്മൻ ഇരട്ട പൗരത്വമുള്ള റോം ബ്രെസ്ലാവിസ്കി എന്ന യുവാവിന്റെ മോചനം ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. വീഡിയോയിൽ ഇയാളുടെ ആരോഗ്യനില വളരെ മോശമാണെന്നും കാണാം. അതിനിടെ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഹമാസ് പുതിയൊരു വ്യവസ്ഥ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ബന്ദികൾക്ക് സഹായം നൽകാൻ റെഡ് ക്രോസ് സംഘടനയെ അനുവദിക്കാൻ തയ്യാറാണെന്ന് സംഘടന വ്യക്തമാക്കി. കഴിഞ്ഞ 700 ദിവസത്തിലധികമായി ഹമാസ് തടവിൽ കഴിയുകയാണ് ബന്ദികൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും റെഡ് ക്രോസ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ദികൾക്ക് അടിയന്തരമായി ചികിത്സയും ഭക്ഷണവും എത്തിക്കാൻ സംഘടന ഇടപെടണമെന്നാണ് ആവശ്യം. 2 ബന്ദികളെ കാണിക്കുന്ന 3 വീഡിയോകൾ ഹമാസും സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ഇസ്രായേൽ വൻതോതിലുള്ള പ്രതിഷേധം ഉയർന്നു. ബന്ദികളിൽ 49 പേരാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ഈ ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഹമാസിന്റെ ഈ ക്രൂരതയിൽ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ബന്ദികളുടെ കുടുംബങ്ങളും പൊതുസമൂഹവും വലിയ പ്രതിഷേധത്തിലാണ്. ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുന്നു. ഈ വീഡിയോ പുറത്തുവിട്ടത് ഹമാസിന് തിരിച്ചടിയാകുമോ എന്ന ചർച്ചകളും സജീവമാണ്. ബന്ദികളെ മനുഷ്യത്വമില്ലാതെ പീഡിപ്പിക്കുന്നു എന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന ഈ വീഡിയോ ഹമാസിന്റെ പ്രതിച്ഛായ കൂടുതൽ മോശമാക്കാൻ ഇടയാക്കും. പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നവരെ പോലും ഈ ക്രൂരതകൾ ഹമാസിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.